ആ മതി മതി, എല്ലാത്തിനെ പിടിച്ച് വണ്ടി കയറ്റും. ഇത്രയൊക്കെയുള്ള സ്നേഹമൊക്കെ മതി സാർ, പ്ലീസ്. അവൾ അടക്കം പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് പോലും ഞങ്ങളെ കൊണ്ടുപോയി. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ വണ്ടി ഇരിക്കും. ഉമ്മാർ 5 മിനിറ്റുള്ളിൽ അവിടെ എത്തിച്ചേക്കണം സാർ. കുറച്ച് ഏതെങ്കിലും ഞങ്ങളോട് ഇവിടെ നിന്നോട്ട് സാർ, അത് കഴിഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വന്നോളൂ. ഈ കൊന്നു കുഴിച്ചിടുമ്പോഴൊന്നും ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിടിച്ചാത്തിട്ടോ. ഇടതൂർന്നു പെയ്യും തോരും മഴ പോൽ ഇടനെഞ്ചിൽ ഈണം നെയ്യും കുളിരേ, നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്നു തോന്നി ഇന്നീ നിമിഷം. നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ എല്ലാം ഇവിടെ ഇടികൊണ്ട് ചാവും മക്കളെ. സാർ, നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ പറയത്തില്ലേ? ഞങ്ങൾക്ക് അറിയത്തില്ല. അന്ന് എമിയെ ലാസ്റ്റ് കണ്ടത് ആ പരിപാടിയിലല്ല, നൈറ്റ്. അല്ലാതെ ഞങ്ങൾ അവളെ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ അറിയുന്നത് അവൾ കോളേജിൻ്റെ ബാക്കിൽ മരിച്ചു കിടക്കുന്നു. മേ കമ്മിങ് സാർ? ആ ഓക്കെ, ഗെറ്റ്. ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയോ? പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന് മുമ്പേ അടക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് ഒരു കാര്യം അറിയാൻ പറ്റി. എന്തെങ്കിലും ക്ലൂസ്, ഉമാർക്കെതിരെയുള്ള എന്തെങ്കിലും ക്ലൂസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഹിഞ്ച് മതി. ഈ 7 ഞാൻ പുറലോകം കാണിക്കത്തില്ല. സാർ പ്ലീസ്, ഇനി അടിച്ചാൽ അവൻ ചത്തുപോകും. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയാം, ബാക്കി സാറ് തീരുമാനിച്ചു. നിൻ്റെയൊക്കെ വായിൽ പിന്നെ ഇത്രയും ദിവസം നാക്കായോ അതോ പഴമായിരുന്നു അവിടെ വായി കയറിയിരുന്നത്? പറയട നായിൻ്റെ മക്കളെ. എനിക്കറിയാവുന്ന കാര്യം, പരിപാടി കഴിഞ്ഞ് ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്കായിരുന്നു എമി അവിടെ നിൽക്കുന്നുണ്ടത്. ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എബിൻ വരുമെന്ന്, ഏട്ടായി പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ രാത്രിയൊക്കെ എബിന് കൂടാതെ ഏട്ടായിമാരൊക്കെ ഉണ്ടോ? എത്ര ഏട്ടായിമാരും ഉണ്ട് സാർ. ഉള്ള കാര്യം പറയാം, ഞാനല്ല എന്ന് അവളെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞത്. ഞാനല്ല, എനിക്കറിയില്ല അത് ആരാന്ന്. അയ്യോ, എബിൻ കൈ ഇടുന്നല്ലോ മോനെ ജസ്റ്റിനെ. അപ്പം വാറ ജസ്റ്റ്, നീ എന്തിനാ അവളെ കൊന്നത്? അവളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞത് ഞാൻ തന്നെ, അവളെ ഏട്ടായിന്ന് വിളിക്കുന്നത് എന്നെ തന്നെ. പക്ഷേ അന്ന് ഞാൻ വിളിക്കാൻ അവളെ പോയിട്ടില്ല. ഞാൻ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ അവളെ കാണുന്നു. അപ്പം ഞാനെങ്ങനെ സാറെ കൊല്ലുന്നൊക്കെ പറയുന്നത്? ജസ്റ്റിനോ അല്ല, എബിനോ അല്ല, നിങ്ങളിൽ ആരാ ചെയ്തത്? പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടാനും ഞങ്ങൾക്കറിയാം സാർ. ഇവർ ലോയർ വന്നിട്ടുണ്ട്, അതോട്ട് കേട്ടിട്ടെ. അല്ല, ഇതാര്? വടക്കേത്ത് ഫിലിപ്പിൻ്റെ മോളോ? എന്താ ഇപ്പം റേപ്പ് കേസിൽപ്പെട്ടവരൊക്കെ വെളിയിലാക്കാനാണോ ഫിലിപ്പ് മോളെ ഇത്രയും വലിയ ലോയറാക്കിയത്? സാർ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കും, അത് കഴിഞ്ഞിട്ട് മതി നമ്മൾ തമ്മിലുള്ള സംസാരമൊക്കെ. ആക്ച്വലി ഞാനിവരെ ഇറക്കിക്കൊണ്ട് വന്ന, അതിന് വന്നാണെങ്കിൽ ഇറക്കിക്കൊണ്ട് പോവുക തന്നെ ചെയ്യാൻ. മാമിനെന്ത് തീരെ ബോധമില്ലേ? ഇറ്റ്സ് എ ബ്രൂട്ടൽ റേപ്പ് മർഡർ ആണ്. ഇതിന് മാമിനെ കൂട്ടിക്കുന്നത് വട്ടാണോ? അത് കുമാരൻ തന്നെയല്ലേ ചെയ്തത്? സീൻസ് റോൺസൺ, ഇവരാണ് ചെയ്തതെന്ന് തൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ റിമാൻഡിലാക്കിയതുമില്ല, കോടതിയിൽ കൊണ്ടുപോയതുമില്ല. സ്റ്റേഷൻ ജാമ്യം വെച്ച് എനിക്കിവരെ ഇറക്കാനും പറ്റും. അതിനെ ഞാൻ വന്നിരിക്കുന്നു. ബട്ട് സോറി മാം, ഞാൻ FIR ഇട്ട് പോയി. ഇവർ ഇത്രയും പേരെയും 7 പേരെയും ഒരുമിച്ച് ഇറക്കാൻ പറ്റുമെങ്കിൽ മാം ഒന്ന് ഇറക്കി കാണിക്കുക, ബാക്കി നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റിൻ്റെ ഫാദർ പറഞ്ഞിട്ട് വരിക, ജസ്റ്റിനെ ഇറക്കാൻ വേണ്ടി വരിക. ആൻഡ് എബിൻ്റെ ഫാമിലി ലോയറും കൂടെ. സോ ഇവർ രണ്ടരെ ഇറക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി 3 പേരോ? അവരെന്ന് ഉള്ള എല്ലാ കേസും കുത്തിയറിച്ച് അവരെ തലയിൽ നിന്നിട്ടെ. പ്ലീസ് വേണ്ട, ഇറങ്ങുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ഇറങ്ങിയാൽ മതി.
അല്ലാതെ ഒരാളുമായിട്ട് മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങണ്ട. കെവിൻ, എനിക്ക് ഈ 3 പേര് ഫുൾ ഡീറ്റെയിൽസ് വേണം. ഇവന്മാർക്കെതിരെ ലോയേഴ്സൊന്നും വരാത്തതുകൊണ്ട് നമുക്കൊരു ഡൗട്ടുണ്ട്. സോ ഇവന്മാരെ പാരൻസ്, കസിൻസ് എല്ലാവരെയും കുറിച്ച് നമുക്കറിയണം. സാർ, അത് തിരക്കാനായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പാരൻസിനെ തിരക്കണ്ട. അവർ മരിച്ചു പോയത്, എൻ്റെ പാരൻസ് മരിച്ചു പോയത് എൻ്റെ 2ാമത്തെ വയസ്സിൽ. ഞാൻ ഓർഫനേജിൽ നിന്നാണ് വളർന്നത്. ഞാനും ജെയ്ഡനും ട്വിൻസാണ്. ഞങ്ങളുടെ പാരൻസും ഞങ്ങളെ ഇട്ടിട്ട് പോയതാണ്. ഞങ്ങൾ ഓർഫനേജിൽ നിന്നാണ് വളർന്നത്. ഞങ്ങളും വരും സെൻറ്റ് ജോൺസ് ഓർഫനേജിൽ നിന്നാണ് വളർന്നത്. കെവിൻ, ലെറ്റ് ദം ടോക്ക് ഓൾ ദ പാസ്റ്റ്. ഇവരെല്ലാം പാസ്റ്റ് നമുക്കറിയണം. ഒരു തുമ്പ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവരുത്. പിന്നെ എല്ലാവരെയും എടുത്ത് ലോക്കപ്പ് ഇട്ടേക്ക്. ആരാടാ പറയടാ, എന്തിനാടാ അവളെ കൊന്നു കളഞ്ഞത്? നീയൊക്കെ കാരണം കുടുങ്ങുന്നതും കൂടെ ഞങ്ങളുടെ ജീവിതമാണ്. മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഞാൻ തീർക്കും എല്ലാത്തിനെ. ജസ്റ്റിനെ, ഇവിടെ നമ്മൾ അടികൊണ്ടുള്ള സ്ഥലമല്ല ഇത്. ഇതിപ്പോൾ നിന്നെപ്പോലെ നമ്മളെല്ലാവരും കുടുങ്ങിയിട്ടുള്ള. നീ മാത്രമല്ല കുടുങ്ങിയത്. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, നീയാണ് ഇത് ചെയ്തത്. അവളെ ലാസ്റ്റ് വിളിച്ചെടുത്തത് നീയല്ലേ? പല നായിൻ്റെ മോനെ, എന്തോടെ പറഞ്ഞത്? ഞാൻ കൊല്ലാനോ? നിൻ്റെയൊക്കെ അത്ര ചീപ്പല്ലേ ഞാൻ? പഞ്ഞാള്, മര്യാദയ്ക്ക് നടന്നില്ലേ ഉണ്ടല്ലോ, ഇല്ലാത്ത കേസ് വരെ നിൻ്റെയൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങളെ പാടുവെക്കി പോകും കേട്ടല്ലേ? മര്യാദയ്ക്ക് ഇവിടെ കടന്നാ. എബി, കരയണ്ട, പോട്ട്. എനിക്കറിയാം നിൻ്റെ സിറ്റുവേഷൻ. പോയവരൊക്കെ പോയി. ഇനി അവരോർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളെ എമിയെ കൊന്ന ആരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അത്രേ ഉള്ളായിരുന്നു നീയും അവളും തമ്മിലുള്ള ബന്ധം. എനിക്ക് ഒരു കാര്യം അറിയണ്ട. പക്ഷെ എൻ്റെ പെങ്ങളെ കൊന്ന ആരാണെങ്കിലും ജീവനോടിരിക്കും. വെച്ചിരിക്കത്തില്ല ഞാൻ അവരെ. ഒരു പക്ഷേ നിന്നേക്കാട്ടി കൂടുതൽ അവളെ എനിക്കറിയാം. നീ എന്നോടത് വേണ്ടായിരുന്നു. എന്നോട് ഈ കാര്യം നീ ഓർമ്മിപ്പിക്കേണ്ടായിരുന്നു. സാർ, ഒരു എക്സ്ക്ലൂസീവ് ഹിൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് പുതിയൊരു ഹിൻറ്റ്? ആക്ച്വലി സാർ, ഇത് ഒരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ബ്രൂട്ടലി റേപ്പ് മർഡർ ആണെങ്കിൽ തന്നെ ഇത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ ഇതിൻ്റെ പിറകിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ പറയട്ടെ, ഇതിനകത്ത് ആരൊക്കെ ഉപയോഗിച്ചിട്ട് അവളെ കൊന്നു കളഞ്ഞത്? ഇനി നീയൊക്കെ പുറലോകം കാണുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നിനെയും വെറുതെ എടുത്തിട്ട് കൊന്ന് കുഴിച്ചു മൂടി ഇടും ഞാൻ. സാർ, ഐ തിങ്ക് ഒരു ഫുൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഒരു എളുപ്പമായിരിക്കാം. കോളേജ് എമി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വ്യക്തത വരുത്തിയാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ടുള്ള വഴികൾ തെളിയുമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ വരുന്ന കാര്യം. എനിക്കെന്തായാലും വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഇതിൻ്റെ എമിയുടെ കോളേജ്, എമിയുടെ ഫാമിലീസ് എല്ലാം എമി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടേക്കുള്ള ഫുൾ ഓഫ് എവിഡൻസ് നമുക്ക് കിട്ടിയിരിക്കണം. എമിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വ്യക്തത വരുത്തണം. ഒരു കാര്യം നമുക്ക് മിസ്സാവരുത്. ലെറ്റ്സ് ഗോ. സാർ, കോളേജിലും ഹോസ്റ്റലിൻ്റെ പരിസരത്തുള്ള ഞങ്ങൾക്ക് സംശയം തോന്നുന്ന കുറേ പേരെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരെ ഞങ്ങൾ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പേര് സ്ഥലത്തില്ല. അവരെയൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. വിത്തിൻ ഡേയ്സ് അവർ വരും. പിന്നെ ജസ്റ്റിന് ഒരു സിസ്റ്റർ ഉണ്ടെന്ന് കേട്ടു. ഈസ് ഇറ്റ് റൈറ്റ്? സാർ, അവൾക്ക് ഇതിനൊരു പങ്കുമില്ല. അവൾ ഈ പ്രശ്നം നടക്കുമ്പോൾ പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് സാറേ അവൾ ഇതിലോട്ട് വലിച്ചിട്ടില്ല? ഇനി ഇവിടെ ആർക്കൊക്കെ പെങ്ങളുണ്ട്? എല്ലാത്തിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ആൾക്കാർ അവിടെ പോയി പൊക്കായിരുന്നു. സാർ, എനിക്കും ഉണ്ട് ഒരു ചിൻ സിസ്റ്റർ. ഞാൻ 2 പേരും ഓഫണാണ്. എബിൻ അറിയാമെന്ന് മാത്രം പറ. എന്നാൽ എബിനെ ഞങ്ങൾക്ക് ഇതിനകത്ത് സഹായിക്കാൻ പറ്റും. 9:30 വരെയായിരുന്നു പരിപാടി. 9 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നവർ എമിയെ കണ്ടപ്പോൾ എമിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടായി പോയിക്കോ, ഞാൻ എബിനെയും കൂട്ടി വരാമെന്നാണ് പറഞ്ഞത്. വേറൊന്നും എനിക്ക് അറിയത്തില്ല സാർ. അന്ന് ആ വിഷ്വൽ നടക്കുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനന്ന് ബൈക്കും കൊണ്ട് വെളിയിറങ്ങിയപ്പോൾ ജെയ്ഡനും ജൂഡും അവിടെ ഞങ്ങൾ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ കണ്ടത്.
അല്ലാതെ വേറെ ആരെയും ഞാൻ ആ പരിസരത്തെ കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, യു ക്യാൻ ലീവ് നൗ. ജസ്റ്റിൻ കാളാത്ത് പറമ്പ്. അന്ന് ഇവൻ പറഞ്ഞതനുസരിച്ച് ജസ്റ്റിൻ ഒന്ന് നേരത്തെ പോയതാണല്ലോ പറഞ്ഞത്. അതെന്തിനാ പോയെന്ന് ഒന്ന് വിവരിച്ച് പറയാമോ? എനിക്ക് ഒരു കാര്യം അറിയാം. ഞാൻ അവളെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഞാൻ കോളേജ് തിരിച്ച് തന്നെ പിക്ക് ചെയ്യാൻ വരാടി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ കോളൊന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ച് വെച്ചപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റിൻ എന്തോ അതിൻ്റെ അടുത്ത് മറക്കുന്നുണ്ട്. ഞങ്ങൾ CCTV ഫുട്ടേജ് നോക്കിയപ്പോൾ ജസ്റ്റിൻ അതിനകത്ത് 8:15 വരെ കോളേജിലുണ്ടായിരുന്നു. അതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു എമ്മിയുടെ കോളൊന്നും എടുക്കാതായപ്പോഴത്തേക്ക് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കോൾ എടുക്കാതിരിക്കാനൊരു റീസൺ? ആള് കുറേ തവണ വിളിച്ചിട്ടായിരുന്നല്ലോ താൻ അങ്ങോട്ട് വിളിച്ചത്. എന്തായിരുന്നു റീസൺ അതിന്? സാർ പ്ലീസ്, എബിന് ഇതൊരു തവണ പോലെ അറിയരുത്. അവൾ വിളിച്ചു. എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരുന്നു അവൾ വിളിച്ചപ്പോൾ പോലും ഞാൻ എടുക്കായിരുന്നു. പിന്നെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അവൾ തിരിച്ച് കോൾ എടുത്തതുമില്ല. അപ്പോഴായിരുന്നു ഔട്ട് ഓഫ് റേഞ്ച് എന്ന് ഞാൻ അറിഞ്ഞത്. താൻ അവിടെ പരിസരത്ത് ആരെങ്കിലും തനിക്ക് സംശയപരമായിട്ട് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ എനിക്കത് പറയാം. ഈ കേസിൽ ഞാൻ ഒഴിവാക്കി തരാം. സാർ, ആക്ച്വലി ഞാൻ ക്രിസ്റ്റിയുടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റി അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്രിസ്റ്റിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. അത്രേ എനിക്കറിയത്തുള്ളൂ സാർ. അപ്പോൾ പറ ക്രിസ്റ്റി, താൻ എന്തിനാ അവളെ കൊന്നത്? തൻ്റെ അടുത്തായിരുന്നല്ലോ ജസ്റ്റിൻ അവളെ ഏൽപ്പിച്ചത്. ഹോസ്റ്റലിൽ കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിച്ചു. ബട്ട് അവളാണെങ്കിൽ ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. അപ്പോൾ താൻ എവിടെ കൊണ്ട് അവളെ കൊന്നു? ആക്ച്വലി ജസ്റ്റിൻ വിളിച്ച് ഹോസ്റ്റലിൽ കൊണ്ടെത്തിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എനിക്കറിയത്തില്ല സാർ വേറെ ഒന്നും. സാർ, എമ്മിയുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഒരു 298 MB ഉള്ളൊരു ഫയൽ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. നമുക്ക് ആർക്കും അത് ഒരു പാസ്വേഡ് ഇട്ടാണ് ആളത് സെറ്റാക്കിയിരിക്കുന്നത്. അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻറ്റ് കിട്ടാതിരിക്കത്തില്ല. സാർ, ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ ലോക്കൊക്കെ ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ആളുടെ ബ്രദറിൻ്റെ നെയിം തന്നെയായിരുന്നു ആ ഫോൾഡറിന് ഇട്ടിരുന്നത്. സോ ഞങ്ങളിത് കണ്ടെത്തി. സാർ ആ വീഡിയോ ഒന്ന് കണ്ടു. പന്ന പൊലാടി മോനെ, എന്തിനാണ് എൻ്റെ പെണ്ണിനെ കൊന്നളഞ്ഞത്? ഇവിടെ താനെന്ത് പോയി കാണിക്കണം? പിടിച്ചു മാറ്റണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ക്രിസ്റ്റി പറയും എന്താ പറ്റിയെന്നുള്ളത്. അതെ, ഞാൻ തന്നെ അവളെ കൊന്നത്. എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ കൊന്നത്. എൻ്റെ ജോലിയിൽ തടസ്സം നിൽക്കുന്ന ആരാണെങ്കിൽ ശരി, കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. പിന്നെ സാറ് കേട്ടോ, കൊല്ലാനുള്ള കാരണം എൻ്റെ ജോലിയിൽ തടസ്സം നിന്ന് ഞങ്ങൾക്കെതിരെ തന്നെ അവൾ ബ്ലാക്ക് മെയിലിങ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് അവളെ കൊല്ലാനുള്ള റീസൺ. പിന്നെ ഞാൻ സ്നേഹിച്ച പെണ്ണാണ് അവളെയാണ് ഇവൻ തട്ടിയെടുത്തത്. അതുകൊണ്ട് അവൾ ജീവിക്കേണ്ടെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന എബിൻ, ഞാനായിരുന്നു അവൻ്റെ ഫസ്റ്റ് സോൾമേറ്റ്. വേറൊരാൾ വന്നപ്പോൾ അവനിക്ക് ഞാൻ ആരുമില്ലാതെ എനിക്ക് വേണ്ടി ടൈം പോലും കണ്ടെത്താതെ. അപ്പോൾ കിട്ടിയ അവസരം ഞാനൊന്ന് മുതലാക്കി. സാറിന് എന്താണ് ചെയ്യാം? എന്നെ കൊല്ലു തീർക്കാൻ എന്താണ് ചെയ്തത്? ക്രിസ്റ്റിയെ എന്ന് പറഞ്ഞ പിറകെ വിളിച്ച് വന്നവളല്ലേടാ അവള്. എങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കൊള്ളനായിൻ്റെ മോനെ, എനിക്ക് അത്രയും ജീവനായിരുന്നില്ല ഇതിന്. വേറെ ആൾ വന്നപ്പോൾ നിനക്ക് എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട, നിനക്ക് എന്നെ വേണ്ട, നിൻ്റെ പെങ്ങളിൽ എന്നെ അകറ്റാൻ വരെ തോന്നുന്നു നിന്നെക്കൊണ്ട്. അങ്ങനെ എടുത്തോളം എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് കൊന്നു. അത്രേ ഉള്ളൂ. എനിക്കും ജീവനായിരുന്നടാ അവള്. എൻ്റെ ഉള്ളിൽ അവളെ വിഷം കുത്തി നിറച്ചത് ഈ നീ തന്നെ. ഞാനല്ല,
നീ തന്നെ അതിനുള്ള കാരണം. ഇത് നീ ഒറ്റക്കാണോ ചെയ്തത്? അല്ല, ഞാനും ജൂഡും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളും കൂടെ ചേർന്ന് അവളെ കൊന്നത്. സാറ്റർഡേ സൺഡേ അല്ലേ ഇനി, അതുകൊണ്ട് ഇവർ സ്റ്റേഷനിൽ തന്നെ കഴിയട്ടെ. ഇവരെവിടെയും പോവാതെ നിങ്ങൾ ഇവിടെ നോക്കിക്കോളാം, കേട്ടല്ലോ? ജയിലിൽ ചാടാനൊക്കെ മിടുക്കന്മാരാ. എല്ലാം കൊണ്ട് മതിയായി. ഇനി എബിന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ നിൽക്കുന്ന ആരെങ്കിലും കയറി മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കുന്നതല്ലാത്തത് മതി. ഇന്നത്തോടെ ഇത് തീർന്നു. ആ, സാറാണോ? കയറോ സാറേ. സാറ് ഫുഡ് കഴിച്ചോ? വേണം ഞങ്ങൾ ഫുഡ് എടുക്കാം. ഞങ്ങളിപ്പം കോടതിയിൽ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു, ഒരുമിച്ച് ഇറങ്ങുന്നെങ്കിൽ. ഏയ് വേണ്ട വേണ്ട, ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. വൈഫിന് ഒരു ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതിന് പോയിട്ട് വന്നത്. ഞാൻ കേസൊന്നും കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചു. കാരണം വെച്ചാൽ നമുക്ക് ഒരു പ്രധാന ഹിൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹിൻ്റോ? അതിപ്പോൾ എന്താ നമുക്കിപ്പോൾ കിട്ടിയത്? നമ്മൾ അന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. ദിസ് ഇസ് നമ്മളെ പ്ലാനാന്ന് പോലും അറിയാതെ കുറേ മൊണ്ണകളും ഇതിപ്പോൾ നോക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളൊന്നും കേസ് ഇതിൻ്റെ പിറകിലും ക്രിസ്റ്റിയും അവരും അല്ലാതെ കുറേ പേരുണ്ടെന്ന് നമുക്കിതിൻ്റെ പിറകിലറിയാം. ഇതൊരു ഗ്രൂപ്പ് ഓഫ് മർഡറാണെന്ന് അറിയാം. ബട്ട് അന്ന് നമ്മളൊരു വീഡിയോ വേറൊരു ഫോൾഡറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ആ ഫോൾഡർ ഇപ്പം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് തീരുമാനിച്ചാൽ പോരെ. ജസ്റ്റിൻ തൻ്റെ പെങ്ങളെപ്പോഴും ബാംഗ്ലൂർ തന്നെയാണോ അതോ ഇപ്പോൾ ലിവിങ് ടുഗദർ ആണോ? നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഇവളും കൂടെ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ. എന്തിനായിരുന്നടാ ഇത്രയൊക്കെ ചെയ്യാൻ? ഞാനോട് എന്താ ചെയ്തടാ? അതിന് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ജസ്റ്റിൻ്റെ പെങ്ങളല്ലേ, ഇയാളുമായിട്ട് എന്താ ബന്ധം? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണായിരുന്നു സാർ. ഇതിൻ്റെ ഇടയിൽ കൂടെ അവൾ ലയം വധിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലേ. അല്ലെങ്കിൽ ഞാൻ വേറൊരു പൊട്ടനായി. സോ ഇപ്പം നമുക്ക് ഇമാനുവലിനെ കാണുമ്പോൾ ഇമാനുവലിൽ നിന്ന് ഒരു ഹിൻ്റെങ്കിലും നമുക്ക് കിട്ടാതിരിക്കത്തില്ല. ഇമാനുവലിനെ കാണാൻ പോയിട്ട് വേണം നിങ്ങളുടെ 2 സിസ്റ്റേഴ്സിനെ കാണാൻ. നീയും അവളും കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നല്ലടാ കൊള്ള നായ. എന്തുവാടാ പറ, അവൾ എവിടെ ഇരിക്കും? എൻ്റെ കൈ കൊണ്ട് ഞാൻ അവളെ തീർക്കും. എമയെ കൊന്നത് എന്തായാലും ഞാനല്ല. ബട്ട് ഈ റിലേഷൻ, നീ അവളെ പരിഗണിക്കാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അവളെ പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. അത് മതിയായിരുന്നു അവൾക്ക് നിന്നെയും കാട്ടി എന്നെയായിരുന്നു ഇഷ്ടം. എന്തോ ചെയ്യാനോ, നിനക്കത്ര കഴിവില്ലാതെ പോയി. ലാസ്റ്റ് എമയെ എവിടെ വെച്ചാൽ കണ്ടത് താൻ? അതിൻ്റെ വിവരം വല്ലതും അറിയാമെങ്കിൽ ഒന്ന് പറയുമോ? ഞങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധം എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ വീഡിയോ ഞാൻ തരാം, ചേട്ടായി കാണിക്കും. ഒരു ചിരിയോടെ തന്നെ ഞാനും കാര്യം പറഞ്ഞേക്കാം. നിൻ്റെ ഈ വീഡിയോ അവൻ കാണത്തില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ തന്നെ നീ ചത്തിട്ടായിരിക്കും അവൻ കാണുന്നത്, കേട്ടോ? ഇത്രയും പറഞ്ഞിട്ടില്ലായിരുന്നു ലാസ്റ്റ് എം മരിക്കുന്ന ദിവസം വരെ. അതിനുശേഷം പിന്നെ എൻ്റെ നമ്പർ അവൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം പിന്നെ ഞങ്ങളെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഓക്കെ ഗൈസ്, മൂവ് ഓൺ. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ടൊരു കാര്യമൊന്നുമില്ല. ഇമാനുവലിനെ സ്റ്റേഷനിലോട്ട് വരുത്തിയേക്കും. ആൻഡ് ഇനി നമുക്ക് നേരെ ജസ്റ്റിൻ്റെയും ക്രിസ്റ്റിയുടെയും പെങ്ങളടുത്ത് പോവാം. അവരുടെയായിരിക്കും ഇനി നമ്മൾ ടേണിംഗ് പോയിന്റ്. എന്താ ചെയ്യാനാ, താനാ സർപ്രൈസ്ഡ് ആയി പോയല്ലോ. എന്താ പറ്റി? ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ 2 പേരും കൂടെ ഉണ്ട്. അല്ല ഇതാര് ഇപ്പം ഇവളോടെ പൊറുതി? എൻ്റെ സറീനെ കൊച്ചേ, നീ അങ്ങ് വലുതായി പോയാലോടി. സാറെന്തിനാ ഇപ്പം ഞങ്ങൾ സ്ഥലത്തോട്ട് വന്ന്? അപ്പം സാറന്മാരെല്ലാവരും അറിഞ്ഞിട്ടുള്ള വരവൊക്കെ തന്നെ.
ഞങ്ങൾ തന്നെ സാറേ കൊന്നു. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് കൊന്നു. ഇപ്പം എന്തേ പിടിച്ചാത്തിരണം കൊണ്ടുവയ്ക്കാം. കോടതിന് ചതിച്ചല്ലേ രണ്ടും. കേട്ടാ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല നീ ഇതിന് കൂട്ടുന്നത്. ഇനിയിപ്പം എല്ലാവർക്കും കൂടെ അങ്ങ് കോടതി തീരുമാനിക്കാം. പിന്നെ കോടതിയിൽ വെച്ച് മതി ബാക്കിയുള്ള സംസാരമൊക്കെ. അപ്പോൾ സാറിന് മനസ്സിലാവുമല്ലോ ഈ എത്ര ഭാഗം വക്കീൽ പോലും ഇല്ല. അപ്പോൾ കേസിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്ന് സാറിന് മനസ്സിലാവുമല്ലോ. സോ ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ. ഓക്കെ, യു പ്രൊസീഡ്. സി മിസ്റ്റർ ജേഡൻ, അന്ന് നടന്ന എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പ്ലാൻ അവൾ ചോർത്തിയതോടെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു അവളിത് പുറലോകമായിട്ട് അറിയിക്കും. അന്ന് നൈറ്റ് ക്രിസ്റ്റിയുടെ വീട്ടിൽ അവളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കാമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളായിരുന്നുള്ളൂ. അവളെ ബ്രൂട്ടലി കൊല്ലാനുള്ള മനസ്സും എനിക്ക് അത്രയ്ക്കൊന്നുമില്ല. അവളൊന്ന് വണ്ടി ഇടിച്ച് കൊല്ലും, അല്ലെ ഒന്ന് പീഡിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനുശേഷം താൻ ബോഡി കണ്ടില്ലെന്നാണ് പറയുന്നത് അല്ലേ? ആ സമയത്ത് സെറീനയും ജിയോണയും എവിടെയായിരുന്നു? വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? സാർ, ആ സമയത്ത് അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ജിയോണയും സെറീനയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഉറപ്പാണ്. ബോധം കെടാനുള്ള അടിയായിരുന്നോ ആ പിടിച്ച് തെള്ളിയുടെ? ആ തള്ളിയിട്ടൊരു സ്പോട്ടിന് മരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ ക്രിസ്റ്റി? ഇല്ല മാം, ഒരിക്കലും ഇല്ലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊല്ലണമെന്ന് വിചാരിച്ചല്ലോ. ബട്ട് ഞങ്ങൾ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ ചെയ്തതാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു ടേബിളിൻ്റെ ആ ഭാഗത്തായിരുന്നു വന്ന് ഇടിച്ചത്. ആൾക്ക് പെട്ടെന്ന് ബോധം പോയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ആൾ മരിച്ചത്. അതിനുശേഷം പിന്നെ എനിക്കറിയത്തില്ല. അപ്പോൾ പറയണം, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? നിങ്ങൾ തന്നെയാണോ കൊന്ന്, അത് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചോ കൊല്ലാനായിട്ട്? അതുണ്ടെങ്കിൽ കോടതിയിലെ സമയം വെറുതെ പാഴാക്കണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ അവളെ ഫ്ലവർ പോട്ട് വെച്ചുള്ള തലയുടെ ബാക്കിൽ അടിച്ചു, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയത്തില്ല. ബട്ട് സെറീന, ഇതൊരു ബ്രൂട്ടൽ റേപ്പ് കേസാണ്. ഇതിൽ ഒന്നിലധികം ആൾക്കാരെ പങ്കുണ്ട്. അപ്പോൾ ജിയോണയും സെറീനയും ഇങ്ങനെ ചെയ്തില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ബട്ട് ഇതിൻ്റെ പിറകിൽ കളിച്ച ആരാണെന്ന് ഞങ്ങൾക്കറിയണില്ല. ഞങ്ങൾക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ അവൾക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അവളക്കുന്നത്. വേറെ ആർക്കും ഇതിന് പങ്കില്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. എനിക്ക് 2 പ്രതികളെ കോടതി മുമ്പിൽ ഹാജരാക്കിയാൽ കൊള്ളണമെന്നുണ്ട്. എന്താ ജിയോണ, ഇവരെ കണ്ടപ്പം പേടിച്ചോയോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇന്നലെ രാത്രിയോടെയാണ് ഈ 3 പ്രതികൾ നമ്മളുടെ കയ്യിൽ കിട്ടിയത്. ജിയോണയുടെയും സെറീനയുടെയും കോൾ ലിസ്റ്റ്, എമ്മി മരിക്കുന്ന ദിവസം മുതലുള്ള കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്കിത് അറിയാൻ സാധിച്ചത്. പിന്നെ ഇവരെ ക്രിസ്റ്റിയുടെയും അതേ ഗൗഡൗണിൽ തന്നെയാണ് ഇവർ ഒളിത്താവളമായി ഇവർ കണ്ടെത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ ഇവരെ പൊക്കിയതും പിടിച്ചൊന്ന് കുടഞ്ഞപ്പോൾ സത്യം മണിമണി പോലെ പറഞ്ഞും ചെയ്തിട്ടുണ്ടായിരുന്നു. എമ്മി മരിക്കുന്നതിൻ്റെ ആദ്യ ദിവസം ഞങ്ങൾ ജിയോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എമ്മി അവരെ വീട്ടിൽ വന്ന് കടപ്പുണ്ട് ഈ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതാണ് കിട്ടിയ അവസരം എന്ന് വിചാരിച്ചു. ഒരു പെണ്ണിൻ്റെ രുചി അറിയണമെന്ന് ഞങ്ങൾക്ക് തോന്നിയുണ്ട്. ഞങ്ങൾ 3 പേരും അവിടെ ചെന്ന് ജിയോനാണ് ഞങ്ങളെ വിളിച്ചത്. എമ്മി ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്, വന്ന് നിങ്ങൾക്ക് 3 പേർക്കും അവളുടെ രുചി അറിയാമെന്ന് പറഞ്ഞു. ഇവളൊക്കൊരു സ്ത്രീയാണ്. അന്ന് നടന്ന എന്താണെന്ന് ഒന്ന്
ഓർത്ത് പറയാൻ പറ്റുമോ? ഓക്കെ, ഈ കോളേജിന് ബാക്ക് ഇടാന്നുള്ള ആരാടി അറിയും? അത് ഞാനാ പറഞ്ഞേ. എൻ്റെ പെങ്ങളും കൂടെ കുടുങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞേ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് കേസ് സൂയിസൈഡായിട്ട് തെളിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇന്ത്യൻ നിയമം അനുസരിച്ച് സെക്ഷൻ 376, സെക്ഷൻ 511 അറ്റംപ്റ്റ് ടു റേപ്പ് ആൻഡ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പ് എന്ന കേസുകളിൽ ജിയോണ ആൻഡ് സെറീന അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പ് എന്ന കേസുകളിൽ 2 വർഷത്തെ കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും, ആൻഡ് കായ് ജാക്സൺ ഫെലിക്സ് അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന കേസിൽ 20 വർഷത്തെ ജയിൽ തടവും 3 ലക്ഷം രൂപ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പിഴ വാങ്ങിക്കേണ്ടതാണ്. കേസ് ഡിസ്പോസ്ഡ്.